അങ്ങനെ നമ്മുടെ സച്ചി വർഷയുടെ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വർഷയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണ്ടേ, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കൊരു പെൺകുട്ടി തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തിനെ എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ വലിയ വിഷമമായിട്ട് ഉള്ളിൽ പോയിട്ട് ഒരുപാട് ഇരുന്ന് കരയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി ഇനി സുധി വീട്ടിലേക്ക് വന്നിട്ടില്ല, അവൻ്റെ ഷോറൂം അടച്ചിട്ട് വരേണ്ട സമയമൊക്കെ ആയി, പക്ഷെ അവൻ ഇനി വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇനിയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഞാൻ ആനന്ദിനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദ് സച്ചിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ സുധിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പോയിട്ടില്ലേ, അവൻ പോലീസ് സ്റ്റേഷനിലാന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നത്, പോലീസ് സ്റ്റേഷനിലോ? അതെ, അവൻ സ്വർണ്ണാന്ന് വിചാരിച്ചിട്ട് മുക്കുപണ്ടം കൊണ്ടുപോയി പണയം വയ്ക്കാൻ പോയി, അപ്പോൾ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, നിങ്ങൾ മാത്രം എന്തേ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയോട് നമ്മുടെ ആനന്ദ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ആകെ വിഷമമുണ്ട്. എന്നിട്ട് നമ്മുടെ സച്ചി നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നത്, ഇത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു എന്നല്ലേ പറയുന്നത്, ഇനി നാട്ടുകാരുടെ മുഖത്തേക്ക് നമ്മൾ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പം അതാണോ വിഷമം, നമ്മൾ എങ്ങനെ ഇപ്പം ഏട്ടനെ ഇറക്കിക്കൊണ്ടുവരാം അതല്ലേ നോക്കുക, അല്ലെങ്കിലും സുധിയേട്ടൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട്ടുകാരുടെ കാര്യത്തിനെ പറ്റി ഒരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി അവിടെ വന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ്റെ ഏട്ടനെ പോലീസുകാർ ഒരുപാട് അടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതിനെ അടിക്കാൻ മാത്രം അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവനെ അടിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത്. ആ സമയത്ത് നിന്ന് അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ SI വിളിച്ചിട്ട് 2 എണ്ണം കൊടുക്കാൻ പറയാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സച്ചിക്കാണെങ്കിൽ ആ SIൻ്റെ മുഖം ഓർത്തിട്ട് നമ്മുടെ വരുണാണെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.